അപ്പോൾ ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളു. അപ്പോൾ ഇനി ഞങ്ങൾ വീഡിയോസ് ഇടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചിട്ട് നടക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ KFC ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു KFC പോയി മേടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, വണ്ടി ഒന്ന് സർവീസ് ചെയ്തു. ഇവിടെ മഴയുകൊണ്ടേ ഒരു ആഴ്ചത്തോളം ഇപ്പോൾ വണ്ടി അപ്പോൾ ഒക്കെ ഒന്ന് അടി മുതലെല്ലാം സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. ഒന്ന് സർവീസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ടച്ച് ചെയ്തടി. പോയിക്കൊണ്ടിരിക്കുകയാണ് KFC വാങ്ങാന്. അപ്പൊ യാത്രകള്, മുന്നിലുള്ള യാത്രകളൊക്കെ കണ്ടോളൂ. ഞങ്ങളെ റോഡ് ഇതാണ്. ഞങ്ങള് ഒമാനില് സൊഹാറാണ്. ഞങ്ങൾ താമസിക്കുന്നത് സൊഹാർ അല്ലോഹിയിലാണ്. ഗസബ കഴിഞ്ഞിട്ട് അല്ലോഹിച്ച്. ഇതിപ്പോ ഞങ്ങൾ ഇനി KFC വാങ്ങാൻ പോകുന്നത് നമ്മുടെ എന്താ സ്ഥലത്തിന് പേര്? സഫീർ മാള്. സൊഹാർ സഫീർ മാളുണ്ട്. സഫീർ മാളിന്റെ തൊട്ടടുത്ത് ഓഫറില്ലേ? നമുക്ക് പോയി നോക്കാം. നടക്കാം. ഇവിടൊക്കെ മഴ പെയ്തിട്ട് ഇതിലൊക്കെ എന്തോരം വെള്ളം അറിയാം. ഇവിടെയൊക്കെ ഈ ഒരു ആഴം കണ്ടോ? അവിടെ ചെറിയൊരു ഗർത്തം ഇങ്ങനെ അടിയിങ്ങനെ പോയിട്ട് ഇവിടെ വെള്ളം. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടുതരാം. ആ വെള്ളം വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം. ഇവിടെ ഒരു ഡാമുണ്ട്. ഇത് സിറ്റി സെൻ്ററാണ് കണ്ടോ? ഈ സിറ്റി സെൻ്ററിൻ്റെ അപ്പുറത്ത് ഈ അവിടെ നിന്നൊക്കെ ആ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇവിടെ ഒരു ഡംപ് ചെയ്യുന്നുണ്ട്. ഒരു ഡാം പോലത്തതുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യത്തെ മഴയിൽ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അങ്ങനത്തെ കുത്തി ഒലിച്ച് വരുന്ന വെള്ളം ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ടേ ഇത് കണ്ടോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ല വെള്ളം കുത്തി ഒലിച്ച് വന്ന വെള്ളം. ആ വെള്ളം ഇത് കൂടെ കുത്തി ഒലിച്ച് ഈ കാണുന്ന ഹോളില്ലേ, ആ ഹോളിൽ കൂടി കുത്തി ഒലിച്ച് വരുന്ന. ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത്രയും വെള്ളമായിരുന്നു ഇവിടെ. ഇതൊക്കെ കണ്ടോ? ഒക്കെ പൊളിഞ്ഞു പോയി. വെള്ളം അത്രയും ശക്തമായിട്ട് വന്നായിരുന്നു. എല്ലാം നശിച്ചു പോയി. ഞാൻ അധികം ഇതൊക്കെ പണിതെടുക്കണം. ഈ റോഡ് കണ്ടോ? ഇവിടൊക്കെ റോഡൊക്കെ നശിച്ചു പോയി. അപ്പൊ അതൊക്കെയാണ്. മഴയൊക്കെ പോയി ഇപ്പൊ. അപ്പൊ ഇനിയിപ്പോ പുതിയൊരു ന്യൂനമർദ്ദം ഇനിയിപ്പോ അടുത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തമ്പരാനറിയാം. ഒരു സൈഡില് വെള്ളം, ഒരു സൈഡില് യുദ്ധം. എന്താ ചെയ്യാ? സാലാലയില് ഇപ്പൊ ഇന്നലെ കണ്ടോ മിസൈല് വീണ് ആർക്കൊക്കെ പരിക്കുണ്ടെന്ന് പറയാം. ഇനിയിപ്പോ യുദ്ധം ഇങ്ങനെ കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മഴയും വെള്ളപ്പൊക്കം ആകെ പ്രശ്നങ്ങളാവും. ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് കൺട്രിക്ക് ആണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആകെ ബുദ്ധിമുട്ട്. പണി ഉണ്ടാവില്ല, കസ്റ്റമർ വരില്ല. ഞാൻ വർക്ക്ഷോപ്പ് ആണെങ്കിൽ മെക്കാനിക്കലാണ്, അക്കൗണ്ടല്ല. അപ്പോൾ ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എല്ലാം തരണം ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, ഒന്നും വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അത്രേ ഉള്ളൂ. KFC എത്താറായിട്ടില്ല. കുറച്ചുകൂടി പോകണം. ഏതാ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ എന്താ എഴുതിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സ്ഥലം എഴുതിയിട്ടുണ്ടാവും. ഇവിടെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. കസബ കഴിഞ്ഞല്ല, ഇത് തെരീഫ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെയൊക്കെ. ഏകദേശം എത്താനായി. നമ്മളെ KFCന്റെ അവിടെ എത്താനായി. പിന്നെ KFC അവിടെ വന്നിട്ടേ KFC വച്ചു. നീ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് സാധനം വാങ്ങിയോ?
ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഓഫർ വാങ്ങിട്ടോ 3 റിയാലോ 3 സംതിങ്ങോ ആ 3 സംതിങ്ങോ മറ്റേ ഓഫർ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൂസ് വരുന്നുണ്ട് KFC എന്താ ചോദിച്ചു നോക്കാം. എന്താ ഓഫർ ഉണ്ടോ? ഓഫറാ 2 റിയാലിന്റെ ഓഫറാ? പിന്നെ ഇത് ഇതിന്റെ കൂടെ ഇല്ല, അപ്പൊ ഞാൻ എക്സ്ട്രാ വാങ്ങി. അതിനെത്ര? അത്ര അത് കുറച്ച് വലുത് വാങ്ങി കൂടെ അപ്പൊ KFC വാങ്ങി 2 റിയാലിന് 6 പീസ്. അപ്പൊ ചെന്നിട്ട് കലക്കാം.